നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു.ഡി.എഫ് പൂർണ്ണ സജ്ജമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയാണ്. 100% ആത്മവിശ്വാസത്തോടെയാണ് കാര്യം വ്യക്തമാക്കുന്നത്. എംപിമാർ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലാരുമല്ല, അത് ഹൈക്കമാൻഡാണ്. ജി സുധാകരന്റെ കാര്യത്തിൽ യു.ഡി.എഫ് ഘടകകക്ഷികളുമായി ആലോചിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ ചർച്ചയിലൂടെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ചിലത് പ്രധാനപ്പെട്ടവയാണ്. യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തിന്റെയോ അമിത ആത്മവിശ്വാസത്തിന്റെയോ പ്രശ്നമില്ല. പിണറായി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റുകൾ എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പാക്കാനുള്ളതല്ല, ആളുകളെ കബളിപ്പിക്കാനാണ്. ഭരണം മാറാൻ പോവുകയാണ്, ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്നും അവർക്കറിയാം. തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ പത്രങ്ങളിലെല്ലാം പരസ്യമാണ്, ഇതിലൊന്നും ജനങ്ങൾ വീഴില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭരണം മാറണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം ഉറച്ചു പറയുന്നു. CPM-ൽ നിന്ന് കോൺഗ്രസ് എത്ര കണ്ട് വ്യത്യസ്തമാണെന്നും ചെന്നിത്തല സൂചിപ്പിക്കുന്നുണ്ട്. ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ വെട്ടിനിരത്താനും ക്രൂശിക്കാനുമാണ് സഖാക്കൾ ശ്രമിക്കുക. CPM-ലെ നിലവിലെ പ്രതിസന്ധിയും ചെന്നിത്തല ജനങ്ങളോട് തുറന്നു പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ CPM-ലാണ്. കേരളത്തിലെ CPM ഒരു വൻ തകർച്ചയെ നേരിടുകയാണ്. ഓരോ നേതാക്കന്മാർ പാർട്ടി വിടുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിടുകയും പാർട്ടിക്കെതിരായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതേസമയം കേരളത്തിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഗുണ്ടകൾ നാട് മുഴുവൻ വിലസുകയാണ്. പോലീസ് ഭരണത്തിന്റെ നിർവീര്യതയാണ് ഇതെന്നാണ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത്. ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരുമാണ്. ഇവരെ നിയന്ത്രിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനോ പോലീസിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ കീഴിലെ പോലീസിന്റെ കെടുകാര്യസ്ഥയെ തുറന്നടിക്കുകയാണ് രമേശ് ചെന്നിത്തല. അമിത ആത്മവിശ്വാസത്തോടെയല്ല യു.ഡി.എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പകരം കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ യു.ഡി.എഫിനെ പിന്തുണയ്ക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ചെന്നിത്തലയുടെ പ്രതികരണം കാണാം. യു.ഡി.എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രഖ്യാപനം നേരത്തെ തന്നെ വരുമെന്നാണ് കരുതിയത്. സാധാരണഗതിയിൽ മാർച്ച് 1 ഫസ്റ്റ് വീക്കിൽ വരേണ്ടതാണ്. അതുകൊണ്ട് താമസിച്ചതിൻ്റെ കാരണം സ്ഥാനാർത്ഥികളെ താമസിച്ചതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് അനൗൺസ്മെൻറ്റ് താമസിച്ചതാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ അനൗൺസ് ചെയ്താലും അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാം സെറ്റാണ്. കേരളവും സെറ്റാണ്, ഞങ്ങൾ സെറ്റാണ്. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പം ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും മത്സര രംഗത്തേക്ക് വരണമെന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലുമല്ല തീരുമാനിക്കേണ്ടത്, അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. MP-മാർ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഇതുവരെ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. കോൺഗ്രസിൽ കെ സുധാകരനാണെങ്കിൽ അങ്ങയുടെ നാടായ ആലപ്പുഴയിൽ ജി സുധാകരനാണ് പ്രശ്നം. അവിടെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുമോ കോൺഗ്രസ്? അല്ല, അതിനെപ്പറ്റി ഞങ്ങൾ UDF-ലെ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് വൈകാതെ ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇന്ന് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാണ്. ഇപ്പം അവസാനത്തെ ക്യാബിനറ്റിൽ വെറുതെ തീരുമാനങ്ങളെടുത്തു. ഇതൊന്നും നടപ്പാക്കാനല്ല, ആളുകളെ കളിപ്പിക്കാനാണ്. ഈ കഴിഞ്ഞ 2-3 ക്യാബിനറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത എല്ലാ തീരുമാനങ്ങളും 2 ക്യാബിനറ്റിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, തീരുമാനമെടുക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കാനല്ല, തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. തെരഞ്ഞെടുപ്പായതോടുകൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്നറിയാമല്ലോ. വരികയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, ഇത്തവണ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ടുള്ള എതിർപ്പുണ്ടായ CPM-ൽ നിന്നാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ CPM-ലാണ് ഇപ്പോൾ കൂട്ടയടിയും പ്രതിസന്ധിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM ഒരു വൻ തകർച്ചയെ നേരിടുകയാണ്. ഓരോ നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിടുകയും പാർട്ടിക്കെതിരായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബംഗാളിലെ പാർട്ടിയുടെ നിലയിലേക്ക് തുടർഭരണം അവരെ എത്തിക്കുകയാണ്.
അല്ല, ഗുണ്ടകളൊക്കെ നാട്ടിലിറങ്ങി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തമ്മിലടിക്കുകയും വെട്ടിമരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ക്രമസമാധാന നില തന്നെ തകർന്നിരിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഗുണ്ടകൾ നാട് മുഴുവൻ വിലസുകയാണ്. ഒരു ഗുണ്ടയും പിടിക്കാൻ ഇവിടെ ആളില്ല. അപ്പോൾ പോലീസ് ഭരണത്തിൻ്റെ നിർവീര്യതയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിടത്ത് മാത്രമല്ല, കേരളത്തിലൊട്ടാകെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.